ഏറെക്കാലമായി മലയാള സിനിമാ പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന എമ്പുരാൻ ട്രെയിലർ പുറത്തിറങ്ങി. ലൂസിഫർ പോലെ തന്നെ എമ്പുരാനും വലിയൊരു സാമ്പത്തിക വിജയമാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. എമ്പുരാൻ ട്രെയിലറിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ട്രെയിലറിൽ PK രാംദാസിൻ്റെ ഡയലോഗാണ് ആദ്യം കാണിക്കുന്നത്. തൻ്റെ മക്കളെയല്ല, പകരം തൻ്റെ ഐഡിയോളജി ഫോളോ ചെയ്യുന്നവരെയാണ് തൻ്റെ പിൻഗാമികളായി കാണുന്നതെന്നാണ് ആ ഡയലോഗിൽ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, അങ്ങനെ നോക്കുമ്പോൾ ജിതിൻ രാംദാസിനേക്കാൾ കൂടുതലായി സ്റ്റീഫൻ നെടുമ്പള്ളിക്കാണ് PK രാംദാസിൻ്റെ പകരക്കാരാകാൻ കൂടുതൽ യോഗ്യതയുള്ളത്. എന്നാൽ നമുക്കറിയാം, നിലവിൽ ജിതിൻ രാംദാസാണ് അടുത്ത പിൻഗാമിയായി വരേണ്ടത്. ഒന്നാം ഭാഗത്തിൽ കാണിച്ചിട്ടുണ്ടത്. അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗത്തിൽ പിൻഗാമി ആരാണെന്നുള്ള കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യതയുണ്ടെന്ന് കഥാകൃത്ത് ഒരു ഹിന്റ് തരുന്നുണ്ട്. ഡ്രാഗൺ ഡ്രസ് ധരിച്ച ക്യാരക്ടർ ഇതുവരെ ആരാണെന്ന് റിവീൽ ചെയ്തിട്ടില്ല. എന്നാൽ രൂപം കണ്ട് ഫഹദ് ഫാസിലാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഒരു മലയാളം ആക്ടറിന് വേണ്ടി ഇത്രയും ബിൽഡപ്പ് കൊടുക്കണോ എന്നതും ചോദ്യമാണ്. അതുപോലെ തന്നെ ജിതിൻ രാംദാസും സ്റ്റീഫനും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യതയുള്ളതിനാൽ ജിതിൻ രാംദാസ് സ്റ്റീഫനെതിരെ തിരിയാൻ സാധ്യതയുള്ളത് കൊണ്ട് ടോവിനോ തോമസിനെ നമുക്കൊരു വില്ലൻ ക്യാരക്ടറായി പ്രതീക്ഷിക്കാം. ട്രെയിലറിലെ ചില ഡയലോഗുകളെല്ലാം അതിന് സൂചന തരുന്നുണ്ട്. എബ്രഹാം ഖുറേഷിയുടെ വേൾഡ് ട്രെയിലറിൽ കാണിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ സ്റ്റോറി കേരളത്തിൽ അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ സ്റ്റോറി ആയിരിക്കുമെന്നാണ് ട്രെയിലറിൽ സൂചിപ്പിക്കുന്നത്. എബ്രഹാം ഖുറേഷിയുടെ വേൾഡ് കാണാൻ പോകുന്നത് കൂടുതലും മൂന്നാം ഭാഗത്തിലായിരിക്കും. എബ്രഹാം ഖുറേഷിയുടെ പല സീനുകളും കാണിക്കുന്നുണ്ടെങ്കിൽ സിനിമയുടെ മുക്കാൽ ഭാഗവും കേരളത്തിലാണെന്നാണ് ട്രെയിലർ സൂചിപ്പിക്കുന്നത്. പൃഥ്വിരാജ് അഭിനയിക്കുന്ന സയ്യിദ് മസൂദ് എന്ന ക്യാരക്ടർ ഖുറേഷി എബ്രഹാമിൻ്റെ രംഗങ്ങളിൽ കൂടുതൽ സ്കോർ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ലീഡ് ട്രെയിലർ തന്നെ വ്യക്തമാണ്. അതുപോലെ തന്നെ ഇലുമിനാറ്റി റെഫറൻസുകൾ ലൂസിഫറിലേതുപോലെ തന്നെ എമ്പുരാനിലും ഉൾക്കൊള്ളിക്കാൻ മുരളിഗോപിയും പൃഥ്വിരാജും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും വർഷങ്ങൾക്കിപ്പുറം ഇലുമിനാറ്റി റെഫറൻസുകൾക്ക് എത്രത്തോളം സ്വീകാര്യത ലഭിക്കുമെന്ന് കണ്ടറിയാം. നിങ്ങൾ ട്രെയിലർ കണ്ടവരാണെങ്കിൽ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.